പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കേരള PSC കഴിഞ്ഞ 2023 വർഷത്തിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളും അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരം കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരങ്ങളുമാണ് നമ്മൾ LDC LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പരീക്ഷകളിൽ കേരള PSC എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നതാണ് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക വഴി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെടുന്നു താഴെ പറയുന്നതിൽ ശരിയായ ബന്ധം ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ശരിയായ ബന്ധം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമതായി തന്നിരിക്കുന്നു ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണെന്നാണ്. 2 ഗേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര എന്നാണ്. 3 അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് എന്നാണ്. ഇവിടെ നമുക്കറിയാം രണ്ടാമത് തന്നിരിക്കുന്ന തെറ്റാണ്. ഗേഡ സത്യാഗ്രഹം ശരിക്കും വരേണ്ടത് ഗുജറാത്ത് എന്നാണ് വരേണ്ടത്. അപ്പോൾ 2 തെറ്റാണ്. 1ഉം 3ഉം എന്താണ് ശരിയാണ്. ഈ ഒരു ചോദ്യത്തിൽ 1ഉം 3ഉം എന്താണ് ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ശരിയായ ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഗേഡ സത്യാഗ്രഹം എവിടെയാണ്? ഗുജറാത്തിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ചമ്പാരൻ എന്ന് പറയുമ്പോൾ ബീഹാറിലാണ്. ഇനി അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുമ്പോൾ അഹമ്മദാബാദ് ഗുജറാത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് രണ്ടും എന്താണ് ശരിയാണ്. രണ്ടാമത് തന്നിരിക്കുന്നത് തെറ്റാണ്. ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തെറ്റായതാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ച മാർത്താണ്ഡവർമ്മയാണ്. തെറ്റല്ലേ? ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്നാമത്തേത് തെറ്റാണ്. അപ്പോൾ ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന ഓപ്ഷനിൽ 1 മാത്രം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് നമ്മുടെ ഉത്തരമായിട്ട് വരാവുന്നതാണ്. ഇനി ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ എല്ലാം ശരിയെന്ന് കൊടുത്തു അത് നമ്മുടെ ഉത്തരത്തിലേക്ക് വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ഡിലീറ്റ് ആക്കി കളയാൻ പറ്റും. ഇനി അടുത്തത് സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരാം. എല്ലാം തെറ്റാണ്. ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ 3 മാത്രം എന്ന് കൊടുത്തിരിക്കുന്നത് അത് ഡിലീറ്റ് ആക്കാമല്ലോ. കാരണം 1 തെറ്റാണെന്ന് നമുക്കിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്ത് നോക്കാം. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. നമ്മൾ PSC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ തന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും PSC എത്രയോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വർഷമാണ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 1750 അല്ലേ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എല്ലാം തെറ്റാണ് എന്ന് പറയുന്ന ഓപ്ഷൻ സിയും എന്താണ് നമുക്ക് അങ്ങോട്ട് ഡിലീറ്റ് ആകാൻ പറ്റും. അപ്പോൾ ഇവിടെ 1 മാത്രം ആണ് എന്ത് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ എന്താണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ എന്തെല്ലാമാണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഇത്രയും സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതെല്ലാം എന്താണ് ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 മാത്രമാണ് തെറ്റായി നൽകിയത്. അത് നമ്മൾ ശരിയാക്കി പഠിച്ചു. എന്താണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. PSC പരീക്ഷയിൽ എത്രയോ തവണ റിപ്പീറ്റായി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. 1.25 കോടി മലയാളികൾ എന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. കണ്ണീരും കിനാവും നമുക്കെല്ലാവർക്കും അറിയാം VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ വില്യം ലോഗനുമായി ബന്ധപ്പെട്ടതാണ് മലബാർ മാനുവൽ എന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? അപ്പോൾ ശരിയായിട്ടുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയായ ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇനി കേസരി എന്ന് പറയുന്ന ബാലഗംഗാധര തിലകൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിയാണ്. കേസരി ബാലഗംഗാധര തിലകൻ. യങ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 2 എന്താണ് തെറ്റാണ്. 2 എന്താണ് തെറ്റാണ്. അപ്പോൾ 2 നമ്മുടെ ഉത്തരത്തിൽ വരാൻ പാടില്ല. നമ്മൾ നോക്കുമ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് ഡിലീറ്റ് ആക്കി കളയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് ഡിലീറ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബിയും ഡിയും ആണ് ഇനി ബാക്കിയുള്ളത്. 1 ശരിയാണെന്ന് നമുക്കറിയാം. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട പത്രമാണ്. നമ്മൾ PSCക്ക് പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കുന്ന, എപ്പോഴും PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. കേസരി ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട പത്രമാണ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയാണെന്ന് തിരുത്തി പഠിക്കുക. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരിയായ ബന്ധം ഏതെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ 1ഉം 3ഉമാണ്. 1ഉം 3ഉം വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ 4ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് 5ാമത്തേതിലേക്ക് വരാം. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് എനിക്ക് ശേഷം പ്രളയം ലൂയി 15 പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. അടുത്തത് 2 ഞാനാണ് രാഷ്ട്രം ലൂയി 14 അതും ശരിയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞ റൂസോയാണ്, വോൾട്ടയർ അല്ല. അപ്പോൾ അത് തെറ്റാണ്. ചോദിച്ചിരിക്കുന്നത് എന്താ? താഴെ പറയുന്ന ഉത്തരകളിൽ തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 തെറ്റാണ്. 3 തെറ്റാണെന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 5ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ തിരുത്തി പഠിക്കുക. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞ ആരാണ്?
നമ്മുടെ റൂസോ ആണ് അങ്ങനെ പറഞ്ഞത്. റൂസോ ആണ് അങ്ങനെ പറഞ്ഞെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ ലൂയി 15 അതേസമയത്ത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ലൂയി 15 ഇതുപോലെ തന്നെ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളോട് പരിചയപ്പെട്ടത്. അവിടെ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന മറ്റൊന്നാണ്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞ ആരാണ്? മേരി ആന്റോയിനറ്റ് ആണ്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മേരി ആന്റോയിനറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്, വരാൻ പോകുന്ന പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് 2023 ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കണം. അവിടെ ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നു, 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? അപ്പോൾ നടന്നു കഴിഞ്ഞു, അത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ചൈനയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 2023 ഏഷ്യൻ ഗെയിംസ് നടന്ന എവിടെ വെച്ചിട്ടാണ്? ചൈനയിൽ വെച്ചിട്ടാണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ചവറ കരിമണൽ നിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ഇൽമനൈറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ്, ഇൽമനൈറ്റ് എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇവിടെ ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഇൽമനൈറ്റ് ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ 7ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്ന ഏത് മാസത്തിലാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സെപ്റ്റംബർ മാസത്തിലാണ്. ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു, പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു വാർത്തയായിരുന്നു, ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, സെപ്റ്റംബർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? വീണ്ടും വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, ഉത്തരാഖണ്ഡ്. അപ്പോൾ ബ്രഹ്മകമലം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണെന്ന കാര്യം ഓർക്കുക. ബ്രഹ്മകമലം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ്. സുവർണ ചതുഷ്കോണം എന്നത് ഒരു എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഹൈവേ ആണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈവേ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈവേ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇത് ഏതെല്ലാം സ്ഥലങ്ങളെയാണ്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്, ഏതെല്ലാം നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഒന്ന് ഡൽഹിയാണ്, ഒന്നെന്താണ്? ഡൽഹിയാണ്. മറ്റൊന്ന് കൊൽക്കട്ടയാണ്. അപ്പോൾ അടുത്തത് ഏതാണ്? കൊൽക്കട്ടയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ സൗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ചെന്നൈയാണ് സൗത്തിലോട്ട് വരുമ്പോൾ. ഇനി ഒന്നുള്ളത് ഏതാണ്? മുംബൈയാണ്. അടുത്ത ഏതാണ്? മുംബൈയാണ്. അപ്പോൾ ഈ 4 നഗരങ്ങളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്ന ഒരു ഹൈവേ ആണ് ഈ പറഞ്ഞ 4 പ്രധാനപ്പെട്ട നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇനി അടുത്തത്, സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതെന്നാണ്? PSLV ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ആദിത്യ L1 ഉപയോഗിച്ച റോക്കറ്റാണ് PSLV. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദിത്യ L1 ഉപയോഗിച്ച റോക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് റോക്കറ്റ് ആണെന്ന് ചോദിച്ചാൽ PSLV C-57 ആണ്. ഏതാണ്? PSLV C-57 ആണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇത് എടുത്ത് ചോദിക്കാം. 57 ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആദിത്യ L1 PSLV C-57, ആദിത്യ L1 PSLV C-57 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതല്ല? അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ശരിയായവയാണ് കണ്ടുപിടിക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഞ്ചവത്സര പദ്ധതി നിലവിലില്ല. അപ്പോൾ ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി നടക്കുന്നില്ല. 12ാമത്തെ പഞ്ചവത്സര പദ്ധതി ആയിരുന്നു. അവസാനത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിക്കുന്നുണ്ട് 12 മുതൽ 17 വരെ. അപ്പോൾ ഇവിടെ എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഉത്തരത്തിൽ ഉണ്ടാവാൻ പാടില്ല. നോക്കുക, എ എന്ന് പറയുന്ന ഓപ്ഷനിൽ 3 ഉണ്ട്, ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ 3 ഉണ്ട്, എല്ലാം ശരിയെന്ന് പറയുമ്പോൾ അതിലും 3 ഉണ്ട്. 3 ഓപ്ഷൻ ഡിലീറ്റ് ആയി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അറിയുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്ഷനിൽ പോയി നോക്കണം. അവിടെ നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ 13ാം ചോദ്യം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു, ശരിയാണ്.
1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ശരിയാണ്. ഇനി സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു ഇതിൻ്റെ എന്ന് പറഞ്ഞാലും എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ എന്താണ് ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരണം. അടുത്ത ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ബന്ധമില്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളും ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു എന്നതാണ് ഒന്നാമത് നൽകിയിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു എന്നാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു എന്നാണ് 3. രാസവളങ്ങളുടെയും കീടനാശികളുടെയും ഉപയോഗം വർദ്ധിച്ചു എന്നാണ് 4ാമത് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബന്ധമുള്ളത് ഏതാണ്? രണ്ടാമത്തത് ബന്ധമുള്ളതാണ്. എന്താണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു എന്നത് ബന്ധമുള്ളതാണ്. ഇത് നിർബന്ധമായിട്ടും നമ്മുടെ ഉത്തരത്തിൽ വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൽ നമുക്ക് സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കുക, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ മൂന്നാമത് വരുന്ന അത് ശരിയാണ്. അത് നമ്മുടെ ഉത്തരത്തിൽ വരാൻ പാടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഡിയും എയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എന്തായാലും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് 3 അറിയാമെങ്കിൽ എയും സിയും ഡിയും നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഡിലീറ്റ് ആക്കി ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ഓപ്ഷനിൽ പോയി ഡിലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്. അറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു ഓപ്ഷൻ ബി 1 മാത്രമാണ് എന്ത് തെറ്റായിട്ട് ഉള്ളത്. തന്നിരിക്കുന്നത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണ്? തെറ്റാണ്. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. നമുക്കറിയാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ശരിയാണ്. അടുത്തത് വരുന്ന പരീക്ഷകളിലൊക്കെ തന്നെ ഇന്ത്യയിൽ വെച്ച് 2023 നടന്ന G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അവിടെ വീണ്ടും ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കാം. അതിലൊന്നെന്താണ്? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ശരിയായ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 3, 4 എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. എല്ലാം ശരി എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട്. 15ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്തെന്നാണ് 16ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. റിസർവ് ബാങ്ക് നമ്മുടെ രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിൽ കന്യാകുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1881 എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യയിൽ കന്യാകുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷം 1881. PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. ഇന്ത്യയിൽ കന്യാകുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷം 1881. ചരക്ക് സേവന നികുതി എന്നാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. പരോക്ഷ നികുതിയാണ്. ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. റോവിങ്, ചെസ്, ഗോൾഫ് എന്നിവയിലൊന്നും ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എന്ത് ലഭിച്ചിട്ടില്ല? സ്വർണം ലഭിച്ചിട്ടില്ല. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി ആണ്. ക്യാബിനറ്റ് മിഷനാണ്. PSC പരീക്ഷയിൽ എപ്പോഴും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ 1946 ഡിസംബർ 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ആരംഭിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് വരുന്നത് രൂപീകരിക്കുന്നത്. അപ്പോൾ അന്ന് ഇത് രൂപീകരിക്കാൻ കാരണമായത് ഏത് കമ്മീഷന്റെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ നിർദ്ദേശമാണെന്ന് വെച്ചാൽ ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത്? PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ്. ഇവിടെ എന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? PSC എപ്പോഴും ചോദിക്കുന്നതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് കണ്ടെത്തുക എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ താഴെ പറയുന്ന ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആശയങ്ങളിൽ ഒന്ന് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബന്ധപ്പെട്ടത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് എന്തായാലും നമ്മുടെ ഉത്തരത്തിൽ വരണം. ഇനി അടുത്തത് ബിയും അതുപോലെ തന്നെ ഡിയും നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കാൻ പറ്റും. ഇനി എയും അതുപോലെ തന്നെ ഡിയും എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്കിവിടെ പരിഗണിക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ 2 ഇല്ല. നോക്കുക, ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണെന്നാണ് രണ്ടാമതായിട്ട് നൽകിയിരിക്കുന്നത്. അത് തെറ്റാണ്.
ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എവിടെ പോകാൻ പറ്റത്തില്ല, കോടതിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എടുത്തു പറയുന്നതാണ്, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടതിയിൽ പോകാം, പക്ഷെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ പോകാൻ പറ്റത്തില്ല, കോടതിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ 2 എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാം ശരിയാണെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിലീറ്റ് ആക്കാം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ എന്താണ്, ഇന്ത്യ ഒരു സേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്ര പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപവൽക്കരിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, ശരിയായ എന്ന ഭാഗത്ത്. അപ്പോൾ ഒന്നാമത് നമ്മുടെ ഉത്തരത്തിൽ നിർബന്ധമായിട്ടും വരണം. അപ്പോൾ ഒന്നില്ലാത്ത ബി എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഡിലീറ്റ് ആക്കി കളയാം. ഇനി അടുത്തത് നോക്കുക, മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ രണ്ടാമത്തത് ശരിയാണ്. അപ്പോൾ 2 വരാത്ത സി നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. തെറ്റായ വിവരങ്ങൾ നൽകുന്നോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ എന്താണ്, പിഴ ഈടാക്കും. അത് ശരിയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അതും ശരിയാണ്. എല്ലാം ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരി ആണ് എന്നതാണ് 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത 24ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 നമ്മൾ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. 25ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. PSC പരീക്ഷയിൽ എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഇതിൽ ഓരോ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും 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 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ചെയ്യുക. അതുവഴി നമുക്ക് തീർച്ചയായിട്ടും കുറേ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഈ ഒരു ചോദ്യ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അത് ശരിയാണ്. എന്നാൽ രണ്ടാമതായി കൊടുത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. തെറ്റാണ്. 2 വരാൻ പാടില്ല നമ്മുടെ ഉത്തരത്തിൽ. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് നമുക്ക് ഡിലീറ്റ് ആക്കാം. അതേപോലെ തന്നെ എല്ലാം ശരി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ആക്കാൻ പറ്റും. ഇനി ഇവിടെ പറയുന്നത് താഴെ പറയുന്നത് ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഡിയും സിയും ഡിലീറ്റ് ആയി. അതുപോലെ തന്നെ എയും ഡിലീറ്റ് ആയി. അതിലും എന്തുണ്ട്, 2 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി ആണ്. അതായത് നമുക്കിവിടെ ചിലപ്പം ഈ പറയുന്ന 2 നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത. അതായത് നമ്മൾ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് പോയിട്ട് ഓപ്ഷനിൽ പോയിട്ട് ഡിലീറ്റ് ആക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം വേണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. താഴെ പറയുന്നതിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നതെന്ന് വെച്ചാൽ 1 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ സംസ്ഥാന നിയമസഭയിലേക്കോ അല്ലെങ്കിൽ കൗൺസിലിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും നടക്കുന്ന ഇലക്ഷൻ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് വരിക. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ 25 ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ച 2023 ഈ അടുത്ത് നടന്ന നമ്മുടെ വരാൻ പോകുന്ന LDC LGS പരീക്ഷകളുടെ സിലബസുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഓരോ ചോദ്യങ്ങളും വീണ്ടും ആവർത്തിക്കാവുന്നതാണ്. അത് അതേപോലെ തന്നെ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.